ഹലോ അപ്പോൾ എല്ലാവർക്കും പ്ലാൻ സാപ്പിയൻസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എപ്പോഴും PPT ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. എൻ്റെ പേര് ശ്രീകല എന്നാണ്. അപ്പം ഞാൻ 2025 BEd പാസ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, സെറ്റ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചിലർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പഠിച്ച രീതി, അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ പറയുന്നത്. അപ്പം സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 2025 BEd പാസ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2025 പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സെറ്റ് എക്സാമിന് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നല്ല, ഞാൻ BEd പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ആകെ 11 പേരാണ് ഉണ്ടായിരുന്നത്. BEd അത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ബോട്ടണിയും സുവോളജിയും ആ ഒരു ബാച്ച് നാച്ചുറൽ സയൻസിൽ 11 പേരാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 6 പേരാണ് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ 6 പേർക്കും സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും എന്നുള്ളത്. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു കേട്ടോ. നമുക്കറിയാം, നമ്മൾ സെറ്റ് ഏത് എക്സാം ആയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സിലബസ് അല്ലേ. സിലബസ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്ന, ഞാനല്ല എല്ലാവരും സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ എഴുതുന്നവർക്ക് എഴുതാം കേട്ടോ. എഴുതുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ എഴുതുന്നതിനേക്കാളും കുറച്ച് ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. കൂടാതെ നമ്മൾ സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ പലരും നമ്മളിപ്പോൾ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി ആണെങ്കിൽ ആ ഒരു പേപ്പർ ആയിരിക്കും കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷെ അത് പോരാ. സെറ്റ് എക്സാമിന് 2 പേപ്പർ ഉണ്ടല്ലേ. പേപ്പർ 1ഉം 2ഉം പാസ്സായാൽ മാത്രമേ, ടോട്ടലും പാസ്സായാൽ മാത്രമേ നമുക്ക് സെറ്റ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പം മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞോളൂ അല്ലേ. നമ്മൾ ജനറൽ പേപ്പർ എന്ത് ചെയ്യും? യൂട്യൂബ് ഓരോരുത്തരും ആ ഓരോ ബേസിക് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ട് അല്ലെങ്കിൽ പല സോഴ്സസിൽ നിന്ന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് നോട്ട്സ് എഴുതുന്നവർ എഴുതിയിട്ട് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ്സിലെത്തിയിട്ട് അത് ഡിസ്കസ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ. അല്ലെങ്കിൽ അവിടുന്ന് തന്നെ യൂട്യൂബ് വീഡിയോ കാണും. ഓരോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു ടൈം. ഇനി ബോട്ടണിക്കാർ മാത്രമാണെങ്കിൽ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മൾ മെയിനായിട്ട് കമ്പൈൻ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ജനറൽ പേപ്പർ ആയിരുന്നു. ബാക്കി ബോട്ടണി പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 2 മെയിൻ പേപ്പർ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയാം. ഞാൻ സിലബസ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടല്ല പോയത്. അപ്പോൾ ഒന്നാമത് ആ ഒരു PG ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് തന്നെ ആയതുകൊണ്ട് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും. പിന്നെ ഒന്നാമത് തന്നെ നമ്മൾ പഠിച്ച ടെസ്റ്റ് SCERT ആയിരുന്നു, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ആയിരുന്നു. SCERT അല്ല, NCERT +1 +2 ബോട്ടണി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൻ്റെ കൂടെ ജനറൽ പേപ്പർ, യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഉണ്ട് ജനറൽ പേപ്പർ ബേസ് ചെയ്തിട്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഓപ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ട്രിക്സ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ബോട്ടണി ആയിക്കോട്ടെ, ജനറൽ പേപ്പർ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തു. ആ ഒരു ക്വസ്റ്റ്യനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത എക്സാമിന് ആ ഓപ്ഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആവാൻ ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിനെ എക്സ്പാൻഡ് ചെയ്തിട്ട്, ഓരോ ഓപ്ഷനെയും എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജനറൽ പേപ്പറൊക്കെ നിങ്ങൾ യൂട്യൂബ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യേണ്ട അത്ര ക്വസ്റ്റ്യൻ അതിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കറണ്ട് അഫയേഴ്സ് എൻ്റെ തലയിൽ അത്ര കയറാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ അത്ര പഠിച്ചിട്ടല്ല പോയത്. ഞാൻ മെയിനായിട്ട് ആ ഒരു ഫിലോസഫി ബേസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതൊക്കെ നല്ല രീതിയിൽ യൂട്യൂബ്സിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുള്ളത്. പിന്നെ ബോട്ടണി ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബ് ഈ ഒരു ക്ലാസ് ഇടാൻ തുടങ്ങിയതും ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോട്ടണിയുടെ ഒരു ബേസിക് ആ ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നു. അത് യൂട്യൂബ് ക്ലാസ് ഞാൻ പഠിച്ചിട്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് എനിക്ക് സെറ്റ് എക്സാമിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു നെറ്റ് പോലെ ആയി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. കുറേ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ
എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ആ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സെറ്റ് എക്സാം, പുതിയ സെറ്റ് എക്സാമിൽ വന്നിട്ടുള്ള പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ എൻ്റെ പഠിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ അതാണ് കേട്ടോ. സ്റ്റിക്കി നോട്ട്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ PSC ഒക്കെ പഠിക്കുന്ന സമയത്താണ് അത് എടുക്കാറ്. ഞാൻ HSST റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം സെറ്റ് എക്സാമിനായിക്കോട്ടെ, നിങ്ങൾ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ അത്ര ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ന്യൂമോണിക്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റിക്കി നോട്ടായിട്ട് നിങ്ങളുടെ ആ ഒരു ചുമരിലോ ഡോറിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് അത് പഠിക്കാതെ തന്നെ മൈൻഡിലോട്ട് അത് ലോഡാകും. അപ്പോൾ ആ ഒരു ചെറിയ ട്രിക്സും കൂടിയാണ് പിന്നീട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ സിലബസ് ഫുൾ കവർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടല്ല പോയത്. പക്ഷെ പഠിക്കുന്ന ഭാഗം നല്ല രീതിയിൽ പഠിക്കുക. പ്രീവിയസ് ഇയേഴ്സിൻ്റെ എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം സെറ്റ് എക്സാം ഓരോ കൊല്ലം ഇയർലി വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എപ്പോഴും പുതിയ ക്വസ്റ്റ്യൻസ് ഇടണം എന്നില്ല. അപ്പോൾ HSST ആണെങ്കിൽ 3 വർഷമൊക്കെ കൂടുമ്പോഴാണ് ഓരോ എക്സാംസ് വരുന്നത്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അവർക്ക് അവിടെ കുറേ ടൈം ഉണ്ട്. പക്ഷേ സെറ്റ് എക്സാം ഇയർലി ആയിട്ട് വരുന്നത് കൊണ്ട് പ്രീവിയസ് ഇയേഴ്സ് പഠിച്ച് അതിൻ്റെ എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് സിലബസ് എടുത്ത് വെക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സിലബസ് പ്രിന്റ് ചെയ്ത് വെക്കുക. സിലബസിൽ പഠിക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾക്ക് പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ജനറൽ പേപ്പറിനും പ്രാതിനിധ്യം കൊടുക്കണം. മെയിനായിട്ട് ജനറൽ പേപ്പർ യൂട്യൂബിൽ നിന്ന്, അല്ലെങ്കിൽ യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലെങ്കിൽ വിക്കിപീഡിയ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് മെജോറിറ്റി കിട്ടും. എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. മെയിനായിട്ട് അത്രയും കുറേ വീഡിയോസ് ഞാൻ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ദെൻ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് അതിനും കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ അത് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് നോളജാണ് കിട്ടുന്നത്. പക്ഷെ ആ ഒരു നോളജ്, അല്ലെങ്കിൽ നമുക്കൊരു കോൺസെപ്റ്റ് നോളജ്, ഇപ്പം നിങ്ങൾക്ക് NCERT ആണ് പഠിച്ചതെങ്കിൽ ആ ഒരു NCERT ബുക്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നോളജാണ്. പക്ഷെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതും ബേസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളൊരു കാര്യം പഠിച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിപ്പം എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട്, ChatGPT തന്നെ എടുത്താൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ChatGPT തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാൻ അതും യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യേണ്ടെന്ന് ആരും പറയില്ല. ChatGPT ഞാൻ എൻ്റെ എക്സാം അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പിക്കുമായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് തരാമോ എന്ന് ചോദിച്ചാൽ ChatGPT അത് തരും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ട് NCERT അല്ലെങ്കിൽ +1 +2 ബോട്ടണി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു തറോ നോളജ് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയെങ്കിലും ചെയ്താൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ആണ് നടത്തുന്നതെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ല ഇൻഡിവിജ്വൽ ആയിട്ടാണ് വഴി തന്നി വഴി എന്ന് പറയുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അതായിരിക്കും നല്ലത്. സോ ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നാൽ കാണുമ്പോഴല്ലെങ്കിൽ നമ്മൾ കുറേ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കണ്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നതാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്. എൻ്റെ ചാനൽ കാണണം എന്നല്ല ഞാൻ പറയുന്നത്. സെറ്റ് എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കാണുക. അല്ലാത്ത സമയത്ത് നമ്മൾ നോട്ട് ബേസ് ചെയ്തിട്ട് പഠിക്കുക എന്നാണ് എനിക്ക് സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. സോ ഇപ്പോൾ സെറ്റ് കിട്ടിയ ആൾക്കാർക്ക് ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. സെറ്റ് കിട്ടിയ ആൾക്കാർക്ക് കൺഗ്രാറ്റ്സ് ഉണ്ട്. സോ ഇനി നെക്സ്റ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട. അടുത്ത സെറ്റ് എക്സാമിന് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ പഠിച്ചു തുടങ്ങുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.